ഹലോ സ്റ്റുഡൻസ്, +2 മാത്തമാറ്റിക്സ് ഫോക്കസ് ഏരിയ ടോപ്പിക് ഡിസ്കഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെക്ടർ ആൾജിബ്ര എന്ന 10ാമത്തെ ചാപ്റ്ററിന്റെ 7ാമത്തെ ഓൺലൈൻ ക്ലാസ് ആണ് ഇന്നത്തേത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പ്രോഡക്റ്റ് ഓഫ് വെക്ടേഴ്സിൽ സ്കേലാർ പ്രോഡക്റ്റും വെക്ടർ പ്രോഡക്റ്റും എന്താണെന്ന് നമ്മൾ പഠിച്ചു. വെക്ടർ പ്രോഡക്റ്റ് ഓഫ് 2 വെക്ടേഴ്സിന്റെ അപ്ലിക്കേഷൻ ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ, ഏരിയ ഓഫ് പാരലലോഗ്രാം യൂസിങ് വെക്ടർ പ്രോഡക്റ്റ്, അതുമായി റിലേറ്റ് ചെയ്ത പ്രോബ്ലംസ് ഇന്ന് ചെയ്യാം. യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു വെക്ടർ എ ആൻഡ് വെക്ടർ ബി, വെക്ടർ എ ക്രോസ് ബി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ക്രോസ് ബി ആണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇന്ന് അതുമായി റിലേറ്റ് ചെയ്ത പ്രോബ്ലംസും പഠിക്കാം. വെക്ടർ പ്രൊഡക്റ്റ് ഓഫ് 2 വെക്ടേഴ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. 2 പ്രോബ്ലം ഡിസ്കസ് ചെയ്തതാണ്. തേർഡ് പ്രോബ്ലം, ഫൈൻഡ് ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഹാവിംഗ് ദ പോയിന്റ്സ് എ, ബി ആൻഡ് സി ആസ് ഇറ്റ്സ് വെർട്ടിസസ്. ട്രയാങ്കിൾ എ ബി സി, A, B, C. Vertices 1, 1, 1, 1, 2, 3, 2, 3, 1. Find area of this triangle. We know that area of the triangle with adjacent sides vector A and vector B equal to magnitude of A cross B divided by 2. ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ഫോർമുല അറിയാം. അഡ്ജസന്റ് സൈഡ്സ് ആണ് വെക്ടർ എയും വെക്ടർ ബിയും. ഹിയർ അഡ്ജസന്റ് സൈഡ്സ് ആർ ബി സി ആൻഡ് ബി എ. എ ഈക്വൽ ടു ബി സി ആൻഡ് ബി ഈക്വൽ ടു ബി എ. Then first find out vector A. Here vector A equal to vector BC. Vector BC equal to BC calculate ചെയ്യാൻ നമുക്കറിയാം. പൊസിഷൻ വെക്ടർ ഓഫ് C മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് B ആണ്. That means C യിൽ നിന്ന് B മൈനസ് ചെയ്താൽ മതി. 2 minus 1, 2 minus 1 I cap plus 3 minus 2 J cap plus 1 minus 3 K cap equal to 2 minus 1 1 I cap, 3 minus 2 1 J cap, 1 minus 3 minus 2 K cap. Vector A. Next find out vector B. Here vector B equal to vector BA. BA find out ചെയ്യാൻ A യിൽ നിന്നും B മൈനസ് ചെയ്താൽ മതി. 1 minus 1, 1 minus 1 I cap plus 1 minus 2, 1 minus 2 J cap plus 1 minus 3 K cap equal to 1 minus 1 0 I cap plus 1 minus 2 minus 1 minus 1 J cap, 1 minus 3 minus 2 K cap. വെക്ടർ എയും വെക്ടർ ബിയും ഫൈൻഡ് ഔട്ട് ചെയ്തു. വെർട്ടിസസ് ആണെങ്കിൽ ഒരു ട്രയാങ്കിൾ ഫസ്റ്റ് ഡ്രോ ചെയ്യുക. ഏരിയയുടെ ഫോർമുല മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ക്രോസ് വെക്ടർ ബി ഡിവൈഡ് ബൈ 2 ആണ്. വെക്ടർ എ ഈക്വൽ ടു ബി സി, വെക്ടർ ബി ഈക്വൽ ടു ബി എ. ബി സി ബി എ ഫൈൻഡ് ഔട്ട് ചെയ്തു. നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് വെക്ടർ എ ക്രോസ് വെക്ടർ ബി. നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് വെക്ടർ എ ക്രോസ് വെക്ടർ ബി. നമുക്കറിയാം എ ക്രോസ് ബി ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഡിറ്റർമിനന്റ് ഫസ്റ്റ് റോയിൽ ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ്. In the second row,
വെക്ടർ എയുടെ കമ്പോണന്റ് 1 1 -2. തേർഡ് റോ ബി 0 -1 -2. ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യുക. ഐ ക്യാപ് ഇൻറ്റു ഡിലീറ്റ് ചെയ്താൽ റോയിങ് കോളം ഡിലീറ്റ് ചെയ്താൽ 1 × -2 -2 -2 × -1 2 j cap into 1 × -2 -2 minus -2 × 0 0 plus k cap into 1 × -1 -1 minus 1 × 0 0 equal to -2 -2 minus 4i cap -2 -0 -2 ഈ മൈനസും കൂടെ ചേർന്നാൽ പ്ലസ് 2j cap -1 -0 -1 -1 k cap A cross B ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടിയത്. നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ക്രോസ് വെക്ടർ ബി ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് -4 ന്റെ സ്ക്വയർ 16 പ്ലസ് 2 ന്റെ സ്ക്വയർ 4 പ്ലസ് -1 ന്റെ സ്ക്വയർ 1 16 പ്ലസ് 4 20 20 പ്ലസ് 1 റൂട്ട് 21. Hence, root 21 ആണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ക്രോസ് വെക്ടർ ബി കിട്ടുന്നത്. നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് ഏരിയ. ഹെൻസ് ഏരിയ ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. റൂട്ട് 21 ഡിവൈഡഡ് ബൈ 2. ഏരിയ ഓഫ് ട്രയാങ്കിൾ അഡ്ജസന്റ് സൈഡ്സ് തന്നാൽ എ ക്രോസ് ബി ഫൈൻഡ് ഔട്ട് ചെയ്ത് മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ച് ഡിവൈഡ് ബൈ 2 ചെയ്യേ വേണ്ടൂ. വർക്കസസ് ആണ് തരുന്നതെങ്കിൽ ബി സിയും ബി എയും ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. എന്നിട്ട് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി ഡിവൈഡ് ബൈ 2 ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് യൂണിറ്റ് വെക്ടർ perpendicular to each of the vector A plus vector B and vector A minus vector B. A and B are given. We know unit vector perpendicular to vector A and vector B is vector A cross B divided by magnitude of vector A cross B. A ക്കും B ക്കും perpendicular ആയിട്ടുള്ള യൂണിറ്റ് വെക്ടറിന്റെ ഫോർമുല നമ്മൾ പഠിച്ചതാണ്. ഇവിടെ വെക്ടർ എക്കും വെക്ടർ ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ അല്ല കണ്ടുപിടിക്കേണ്ടത്. എ പ്ലസ് ബിക്കും എ മൈനസ് ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ. എയുടെ പ്ലേസിൽ എ പ്ലസ് വെക്ടർ ബി, ബിയുടെ പ്ലേസിൽ വെക്ടർ എ മൈനസ് വെക്ടർ ബി. ഫോർമുല എന്തായിരിക്കും വരിക? വെക്ടർ എ പ്ലസ് വെക്ടർ ബി ക്രോസ് വെക്ടർ A minus vector B divided by magnitude. Magnitude of vector A plus vector B cross vector A minus vector B. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് എയും ബിയും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ ചോദിക്കും. പക്ഷെ ഇവിടെ എ പ്ലസ് ബിക്കും എ മൈനസ് ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള യൂണിറ്റ് വെക്ടറാണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്യണം? എ പ്ലസ് ബിയും എ മൈനസ് ബിയും കാൽക്കുലേറ്റ് ചെയ്യണം. ഫസ്റ്റ് വെക്ടർ എ പ്ലസ് വെക്ടർ ബി. വെക്ടർ എ ഐ പ്ലസ് ജെ പ്ലസ് കെ, ദാറ്റ് മീൻസ് 1 ഐ ക്യാപ് പ്ലസ് 1 ജെ ക്യാപ് പ്ലസ് 1 കെ ക്യാപ് പ്ലസ് വെക്ടർ ബി ഐ 1 ഐ ക്യാപ് പ്ലസ് 2 ജെ ക്യാപ് പ്ലസ് 3 k cap equal to 1i 1i 2i cap plus 1j 2j 3j cap plus 1k 3k 4k cap
Next find out vector A minus vector B equal to 1 I cap 1 j cap plus 1 k cap minus B 1 I cap plus 2 j cap plus 3 k cap equal to 1 I minus 1 I cap 0 I cap plus 1j minus 2j minus 1j cap 1k minus 3k minus 2k cap a plus b a minus b find out ചെയ്തു. Next find out cross product. Vector a plus vector b cross vector a minus vector b equal to determinant vector I, vector j, vector k, a plus b യുടെ component 2, 3, 4. a minus b യുടെ component 0, minus 1, minus 2. Next expand ചെയ്യുക. I cap into I യുടെ റോയും കോളവും ഡിലീറ്റ് ചെയ്താൽ 3 into minus 2, minus 6, minus 4 into minus 1 minus 4 minus j cap into j യുടെ റോയും കോളം ഡിലീറ്റ് ചെയ്താൽ 2 into minus 2 minus 4 minus 4 into 0 0 plus k cap into k യുടെ റോയും കോളം ഡിലീറ്റ് ചെയ്താൽ 2 into minus 1 minus 2 minus 0 minus 6 minus minus plus 4 minus 6 plus 4 minus 2 I cap minus 4 minus 0 ഈ നെഗറ്റീവും plus 4 j cap minus 2 minus 0 minus 2 k cap. Hence we get cross product this one. Next find out the magnitude of a plus b cross a minus b equal to ഇവിടെ കിട്ടിയ ആൻസർ square root of minus 2 into square root 4 4 into square root 16 minus 2 into square root 4 equal to 20 24. Next formula substitute ചെയ്യുക. We required answer a plus b cross a minus b നമുക്ക് കിട്ടിയത് minus 2 I cap plus 4 j cap minus 2 k cap divided by root 24. This is the required answer. A plus b cross a minus b find out ചെയ്യുക. എന്നിട്ട് അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വെക്ടർ perpendicular to vector a plus vector b and vector a minus vector b കിട്ടും. Next question, show that vector a minus vector b cross vector a plus vector b equal to 2 into a cross b. Consider this one. A minus b cross a plus b equal to first vector a കൊണ്ട് vector a plus vector b ന്റെ cross product find out ചെയ്യുക. a cross a vector a cross vector a plus a cross b vector a cross vector b minus b cross a b cross a minus b cross b equal to what is vector a cross vector a? വെക്ടർ എയും വെക്ടർ എയും ഉണ്ടാക്കുന്ന ആംഗിൾ 0 ആണ്. അതുകൊണ്ട് തന്നെ ക്രോസ് പ്രൊഡക്റ്റ് ഓഫ് എ വെക്ടർ വിത്ത് ഇറ്റ്സെൽഫ് 0 ആണ്. 0 പ്ലസ് വെക്ടർ എ ക്രോസ് വെക്ടർ ബി we know vector cross product is not commutative. Minus b cross a equal to a cross b ആണ്.
Again, B cross B equal to 0. A cross B plus A cross B equal to 2A cross B. ഈ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുക. എ ക്രോസ് എ 0 ആണ്, ബി ക്രോസ് ബിയും 0 ആണ്. എ ക്രോസ് ബി വരും, മൈനസ് ബി ക്രോസ് എ ഈക്വൽ ടു എ ക്രോസ് ബി ആണ്. ഹെൻസ് 2A cross B ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ലാംഡ ആൻഡ് മ്യൂ if this cross product equal to 0. We know cross product means determinant I cap, J cap, K cap. First 2, 6, 27. Next vector I means 1, lambda, mu equal to 0 vector, that is 0. Expand this determinant I cap into 6 mu minus 27 lambda minus J cap into J യുടെ കോളം ഒഴിവാക്കുക 2 mu minus 27 into 1 27 plus K cap into 2 lambda minus 6 equal to 0. ഒരു വെക്ടർ 0 വെക്ടർ ആകുന്നത് 0 means 0 വെക്ടർ എന്നാണ് മീനിങ്. 0 വെക്ടർ means 0 I cap, 0 J cap plus 0 K cap ആണ്. ഹെൻസ് കമ്പോണൻസ് ഒക്കെ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇവിടെ മ്യൂവും ലാംഡയും രണ്ട് അൺനോൺസും ഉണ്ട്. ഇവിടെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. 2 mu minus 27 0 ആയിരിക്കും. 2 mu minus 27 equal to 0 is 2 mu equal to 27. Mu equal to 27 by 2. 27 by 2 is 13.5 ആൻസർ കിട്ടും. നെക്സ്റ്റ് 2 lambda minus 6 equal to 0. 2 lambda equal to 6. Lambda equal to 6 by 2 equal to 3 ആൻസർ കിട്ടും. ക്രോസ് പ്രൊഡക്റ്റ് 0 ആണെങ്കിൽ ഡിറ്റർമിനന്റ് 0യിലേക്ക് ഇക്വേറ്റ് ചെയ്യുക. എന്നിട്ട് അൺനോൺസിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ A equal to 3. Magnitude of vector B equal to root 2 by 3 and vector A cross vector B is a unit vector. Find angle between vector A and vector B. Magnitude A B തന്നിട്ടുണ്ട്. A cross B angle ഇവയൊക്കെ കണക്ട് ചെയ്യുന്നത് നമ്മളുടെ ഡെഫിനിഷൻ ആണ്. We know vector A cross vector B equal to magnitude of vector A, magnitude of vector B, sin theta into n cap. From this, find out magnitude. Magnitude of vector A cross vector B equal to modulus. മാഗ്നിറ്റ്യൂഡിന്റെ ആവശ്യമില്ല, വെക്ടറിന് മാത്രം കൺസിഡർ ചെയ്യുക. മോഡുലസ് ഓഫ് വെക്ടർ ബി സൈൻ തീറ്റ ഇൻറ്റു എൻ ക്യാപ്പിന്റെ മോഡുലസ് മാഗ്നിറ്റ്യൂഡ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി ഗിവൺ. എ ക്രോസ് ബി ഇസ് എ യൂണിറ്റ് വെക്ടർ. യൂണിറ്റ് വെക്ടർ മീൻസ് മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ടു 1. Magnitude of A equal to 3. Magnitude of B root 2 by 3. Sin theta into n cap is a unit vector. Hence, magnitude of n cap is equal to 1. 3 cut cheya. Root 2. Take root 2 to this side. 1 by root 2 equal to sin theta. Sin inde ഏത് ആംഗിളിന്റെ വാല്യൂ ആണ് 1 by root 2? 45. That means theta equal to 45 pi by 4. Theta equal to pi by 4 ആൻസർ കിട്ടും.
ഡെഫിനിഷൻ എഴുതുക, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുക. ഇവിടെ മാഗ്നിറ്റ്യൂഡ് എ ക്രോസ് ബി, ഹിയർ എൻ ക്യാപ്പ്. ഇത് രണ്ടും യൂണിറ്റ് വെക്ടർ ആണ്. ഹെൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1/√2 ആൻസർ കിട്ടും. 1/√2 ആണെങ്കിൽ ആംഗിൾ π/4 ആണ്. നെക്സ്റ്റ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഈക്വൽ ടു 3, magnitude of b equal to 4, magnitude of vector c equal to 5, and each one of them perpendicular to sum of other two. Find magnitude of vector a plus vector b plus vector c. What is the meaning of this one? Each one of them. Each one of them is vector a, vector b, vector c. Each one of them is vector a, vector b, vector c. Each one of them perpendicular to sum of other two. Sum of other two. A കൺസിഡർ ചെയ്യുമ്പോൾ sum of other two എന്താണ്? വെക്ടർ b പ്ലസ് വെക്ടർ c. വെക്ടർ b കൺസിഡർ ചെയ്യുമ്പോൾ sum of other two വെക്ടർ a പ്ലസ് വെക്ടർ c. c കൺസിഡർ ചെയ്യുമ്പോൾ വെക്ടർ a പ്ലസ് വെക്ടർ b. Each one of them perpendicular to sum of other two. Perpendicular C perpendicular to vector A plus vector B. ഇതാണ് തന്നിട്ടുള്ളത്. We know two vectors are perpendicular if dot product equal to 0. ഈ രണ്ട് വെക്ടേഴ്സും പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് വെക്ടർ A ഡോട്ട് വെക്ടർ B പ്ലസ് വെക്ടർ C ഈക്വൽ ടു 0. Vector B perpendicular to vector A plus vector C. Hence, vector B dot vector A plus vector C equal to 0. Vector. Vector C perpendicular, that is vector C dot vector A plus vector B equal to 0. ഇതാണ് ഈ സെന്റൻസിന്റെ മീനിങ്. 3 വെക്ടേഴ്സിന്റെയും മാഗ്നിറ്റ്യൂഡ് തന്നിട്ടുണ്ട്. ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. മാഗ്നിറ്റ്യൂഡ് ഫൈൻഡ് ഔട്ട് ചെയ്യൽ എങ്ങനെയാ? വെക്ടേഴ്സ് തന്നിട്ടില്ല, സ്ക്വയർ ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ദാറ്റ് മീൻസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ പ്ലസ് വെക്ടർ ബി പ്ലസ് വെക്ടർ സി ഹോൾ സ്ക്വയർ. വി നോ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ സ്ക്വയർ ഈക്വൽ ടു വെക്ടർ എ ഡോട്ട് ടു വെക്ടർ എ. ഹെൻസ് ഈ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ സ്ക്വയർ ഈക്വൽ ടു vector A plus vector B plus vector C dot vector A plus vector B plus vector C. ഇതിന്റെ ടേമിൽ എഴുതാം. വെക്ടർ എ ഡോട്ട് വെക്ടർ എ, അത് സെപ്പറേറ്റ് എഴുതാം. വെക്ടർ എ ഡോട്ട് വെക്ടർ എ പ്ലസ് വെക്ടർ എ ഡോട്ട്, ഇത് വരണമെങ്കിൽ ഇത് രണ്ടും ഒരുമിച്ച് എഴുതാം. വെക്ടർ എ ഡോട്ട് വെക്ടർ ബി പ്ലസ് വെക്ടർ സി പ്ലസ് വെക്ടർ ബി ഡോട്ട് വെക്ടർ ബി ഒരുമിച്ച് എഴുതാം. വെക്ടർ ബി ഡോട്ട് വെക്ടർ ബി പ്ലസ് നെക്സ്റ്റ് എയും സിയും ഒരുമിച്ച് വെക്ടർ ബി ഡോട്ട് വെക്ടർ എ പ്ലസ് സി. നെക്സ്റ്റ് വെക്ടർ സി ഡോട്ട് വെക്ടർ സി പ്ലസ് വെക്ടർ സി ഡോട്ട് വെക്ടർ എ പ്ലസ് ബി. എ ഡോട്ട് എയും ബി ഡോട്ട് ബിയും സി ഡോട്ട് സിയും സെപ്പറേറ്റ് എഴുതി. പിന്നെ എ ഡോട്ട് ബി പ്ലസ് സി, ബി ഡോട്ട് എ പ്ലസ് സി, സി ഡോട്ട് എ പ്ലസ് ബി ഒരുമിച്ച് എഴുതി. നെക്സ്റ്റ്, what is A dot A? A dot A. A dot A equal to magnitude of A square. A dot B plus C 0. B dot A plus C 0. C dot A plus C 0. A dot Aയും B dot Bയും C dot Cയും മാത്രമേ ഉള്ളൂ. അപ്പൊ മാഗ്നിറ്റ്യൂഡ് ഓഫ് B സ്ക്വയർ പ്ലസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് C സ്ക്വയർ പ്ലസ് 0 equal to magnitude of A 3, magnitude of vector B 4, magnitude of vector C 5. Hence 3 square plus
4 square plus 5 square equal to 9 plus 16 plus 25. 25 plus 25 equal to 15 answer കിട്ടും. Magnitude of a vector A plus vector B plus vector C whole square equal to 50. Hence, magnitude of vector A plus vector B plus vector C equal to root 50. Root 50 answer കിട്ടും. Each one of them perpendicular to the sum of the other two means ഈ 3 റിസൾട്ട് 0 ആയിരിക്കും. മാഗ്നിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് വെക്ടർ വിത്ത് ഇറ്റ്സെൽഫ്. എക്സ്പാൻഡ് ചെയ്യുക. എ ഡോട്ട് എ, ബി ഡോട്ട് ബി, സി ഡോട്ട് സി മാഗ്നിറ്റ്യൂഡ് സ്ക്വയർ ആയിരിക്കും. 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ ഈക്വൽ ടു 50. ഹെൻസ് മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ടു റൂട്ട് 50. ക്രോസ് പ്രൊഡക്റ്റിലെ ഇമ്പോർട്ടന്റ് പ്രോബ്ലംസ് നമ്മൾ ചെയ്തു. ഒന്നുകൂടെ പറയാ, ക്രോസ് പ്രൊഡക്റ്റില് 3 അപ്ലിക്കേഷൻ ഉണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ, മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ക്രോസ് വെക്ടർ ബി ഡിവൈഡ് ബൈ 2. പാരലലോഗ്രാം ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ക്രോസ് വെക്ടർ ബി. യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു വെക്ടർ എ ആൻഡ് വെക്ടർ ബി എ ക്രോസ് ബി ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് വെക്ടർ ബി. ഇത്രയും റിസൾട്ട് ആണ് ക്രോസ് പ്രൊഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സിൽ പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ഹോംവർക്ക് നോക്കുക. ഫസ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് വെക്ടർ എ ആൻഡ് ബി വിത്ത് മാഗ്നിറ്റ്യൂഡ്സ് റൂട്ട് 3 ആൻഡ് 2. എ ഡോട്ട് ബി ഈക്വൽ ടു റൂട്ട് 6. ആംഗിൾ ബിറ്റ്വീൻ ഫോർമുല കോസ് തീറ്റ ഈക്വൽ ടു എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി. ഈ 3 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഫൈൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ്, ഫൈൻഡ് പ്രൊജക്ഷൻ. ആംഗിളിന്റെ പ്രോബ്ലം, പ്രൊജക്ഷന്റെ പ്രോബ്ലം. പ്രൊജക്ഷന്റെ ഫോർമുല വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി. നെക്സ്റ്റ്, ഫൈൻഡ് മോഡുലസ് ഓഫ് വെക്ടർ എക്സ് ഇഫ് ഫോർ എ യൂണിറ്റ് വെക്ടർ വെക്ടർ എ എക്സ് മൈനസ് എ ഡോട്ട് എക്സ് പ്ലസ് എ ഈക്വൽ ടു 12. എക്സ് മൈനസ് എ ഡോട്ട് എക്സ് പ്ലസ് എ എന്ത് കിട്ടും? മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ സ്ക്വയർ. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ യൂണിറ്റ് വെക്ടർ ആയതുകൊണ്ട് 1 ആണ്. അപ്പൊ മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 13 കിട്ടും. മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് 13. ഫൈൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി. ഫസ്റ്റ് ഫൈൻഡ് എ ക്രോസ് ബി. ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്താൽ എ ക്രോസ് ബി കിട്ടും. അതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക. ഫൈൻഡ് യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു എ പ്ലസ് ബി ആൻഡ് എ മൈനസ് ബി. ഫസ്റ്റ് എ പ്ലസ് ബി ഫൈൻഡ് ഔട്ട് ചെയ്യുക. നെക്സ്റ്റ് എ മൈനസ് ബി ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിച്ച് അതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ച് പിന്നെ എ പ്ലസ് ബി ക്രോസ് എ മൈനസ് ബി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ പ്ലസ് ബി ക്രോസ് എ മൈനസ് ബി കണ്ടുപിടിക്കുക. നെക്സ്റ്റ്, ഷോ ദാറ്റ് ദ പോയിന്റ്സ് ആർ കൊലീനിയർ. കൊലീനിയർ പോയിന്റ്സ് ആണെങ്കിൽ ഏതെങ്കിലും 2 സൈഡിന്റെ സമ്മ് മൂന്നാമത്തെ സൈഡ് ആയിരിക്കും. എ ബിയും ബി സിയും എ സിയും ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഷോ ദാറ്റ് ദ വെക്ടേഴ്സ് ഫോം ദ വെർട്ടിസസ് ഓഫ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. അപ്പോൾ ഈ 3 വെക്ടേഴ്സ് യൂസ് ചെയ്ത് സൈഡ്സ് കണ്ടുപിടിക്കുക. അങ്ങനെയാണെങ്കിൽ പൈത്തഗോറസ് തിയറം ട്രൂ ആയിരിക്കും. ഏരിയ ഓഫ് പാരലലോഗ്രാം, മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ക്രോസ് വെക്ടർ ബി ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ, വർട്ടിസസ് ആണ് തന്നിട്ടുള്ളത്. അതിൽ നിന്നും വെക്ടർ എയും വെക്ടർ ബിയും ഫൈൻഡ് ഔട്ട് ചെയ്യണം. വെക്ടർ ബി സിയും വെക്ടർ ബി എയും ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. പിന്നെ വെക്ടർ എ ക്രോസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് ഡിവൈഡഡ് ബൈ 2 ഫൈൻഡ് ഔട്ട് ചെയ്യുക. അപ്പം ഇത്രയും ഹോംവർക്ക് ക്ലിയർ ആയിട്ട് ചെയ്യുക. അങ്ങനെ വെക്ടർ ആൾജിബ്ര എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയി. താങ്ക് യു.